Hi everyone, welcome to I Plus Training Solutions. നമ്മൾ ഇന്നിവിടെ സോഷ്യോളജി മെയിൻ പേപ്പർ UGC നെറ്റിന് വേണ്ടിയുള്ള കുറച്ച് ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. നമുക്ക് അപ്പം അതിലേക്ക് കിടക്കാം. സോഷ്യോളജി നമുക്കറിയാം, മെയിൻ പേപ്പർ എടുക്കുന്നവർക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് സോഷ്യോളജി മെയിൻ പേപ്പറിൽ തന്നെ. ഒരു 10 ചാപ്റ്റർ ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഓരോ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്, ഓരോ തിയറി ഉണ്ട്, ദെൻ അതിനുശേഷം റിസർച്ച് വരുന്നുണ്ട്, അങ്ങനെ ഓരോരോ ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഓരോ ഡിവിഷൻസിലും സബ് ഡിവിഷൻസും കൂടെ ഉണ്ട്. അപ്പം ആ ഒരു പ്രോപ്പർ ഓർഡറിൽ തന്നെ നമുക്ക് ഇത് പഠിച്ചു പോകാം. സോ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നോക്കാം. നമ്മളുടെ ഇന്ന് യൂണിറ്റ് 1 സോഷ്യോളജിക്കൽ തിയറി ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിറ്റ് 2 പിന്നെ റിസർച്ച് മെത്തഡോളജി അങ്ങനെ വരുന്നുണ്ട്. നമുക്കിപ്പം ഫസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സോഷ്യോളജിയുടെ ബേസ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറി ഫസ്റ്റ് യൂണിറ്റ് നമുക്കത് നോക്കാം. നമ്മളുടെ സോഷ്യോളജിക്കൽ തിയറി ഫസ്റ്റ് യൂണിറ്റ് തന്നെ നമുക്ക് പല സബ് ഡിവിഷൻസ് ആയിട്ടുണ്ട്. Classical sociological traditions, structure functionalism and structuralism, hermeneutic and interpretative traditions, postmodernism, post-structuralism and post-colonialism, then finally Indian thinkers. അപ്പോൾ ഇത്രയും സബ് ഡിവിഷൻസ് ചേരുന്നതാണ് നമ്മളുടെ സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ്. ഇത്രയും സബ് ഡിവിഷൻസ് പഠിക്കുമ്പോഴാണ് സോഷ്യോളജിക്കൽ തിയറി കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. നമുക്കപ്പം ഫസ്റ്റ് സോഷ്യോളജിക്കൽ തിയറിയിലെ തന്നെ ഫസ്റ്റ് സബ് ഡിവിഷൻ ആയിട്ടുള്ള ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് നോക്കുമ്പോൾ സോഷ്യോളജിയുടെ തന്നെ ഏറ്റവും ബേസ് ആയിട്ടുള്ള തിയറി അല്ലെങ്കിൽ തിയറികൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന 3 സോഷ്യോളജിസ്റ്റുകളാണ് എമിൽ ദർക്കെയിം, മാക്സ് വെബർ ആൻഡ് കാൾ മാർക്സ്. ഇവർ 3 പേരും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? എമിൽ ദർക്കെയിം, മാക്സ് വെബർ ആൻഡ് ഫൈനലി കാൾ മാർക്സ്. ഇവർ 3 പേരുമാണ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിൽ വരുന്ന സോഷ്യോളജിസ്റ്റുകൾ. അല്ലെങ്കിൽ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ഇവർ 3 പേരുമാണ്. എമിൽ ദർക്കെയിം, മാക്സ് വെബർ ആൻഡ് ഫൈനലി കാൾ മാർക്സ്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എമിൽ ദർക്കെയിമിനെ പറ്റി ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എമിൽ ദർക്കെയിം. Emil Durkheim was born on 5th April 1858 and died on 15th November 1970. 1858 ഏപ്രിൽ 5-നാണ് എമിൽ ദർക്കെയിം ജനിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മരിക്കുന്നത് 1917 നവംബർ 15-നാണ്. ആ ഒരു കാലഘട്ടം നോക്കുക. അപ്പൊ 1858 to 1917, അപ്പൊ ഒരു നമ്മളുടെ 19th 20th സെഞ്ചുറി ആ ഒരു ടൈമിലാണ് അദ്ദേഹത്തിന്റെ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, then one of the principal founders of modern sociology. Modern sociology യുടെ one of the principal founders ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന വ്യക്തിയാണ് എമിൽ ദർക്കെയിം. Then he is also considered as the father of French sociology. ഫ്രഞ്ച് സോഷ്യോളജിയുടെ ഫാദർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വ്യക്തിയാണ് എമിൽ ദർക്കെയിം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഹു ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് ഫ്രഞ്ച് സോഷ്യോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? എമിൽ ദർക്കെയിം ആണ്. ഓക്കെ, then next, society is a sui generis reality. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. ഇത് പറഞ്ഞത് എമിൽ ദർക്കെയിം ആണ്. അദ്ദേഹം സൊസൈറ്റിയെ പറ്റി പറഞ്ഞതാണ്. സൊസൈറ്റി ഇസ് എ സൂയി ജനറിസ് റിയാലിറ്റി. സൂയി ജനറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേമിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് എന്നാണ്, യുണീക്നെസ് എന്നാണ്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു റിയാലിറ്റിയാണ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. അതായത് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയെ പോലെ മറ്റൊന്നില്ല. സൊസൈറ്റിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ മറ്റൊന്ന് ഇല്ല എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. സൊസൈറ്റി ഒരു ഡിസ്റ്റിങ്ക്ട് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്, ഒരു യുണീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. സൊസൈറ്റി ഇത് സൂയി ജനറിസ് റിയാലിറ്റി. ഇത് പറഞ്ഞത് എമിൽ ദർക്കെയിം ആണ്. സൂയി ജനറിസ് എന്ന് പറയുന്ന ഒരു ടേം എവിടെ കേട്ടാലും അതുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ടത് എമിൽ ദർക്കെയിമിനെയാണ്. സോ അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ്, ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി ഇൻ 1893, the rules of sociological method in 1895, suicide in 1897 and the elementary forms of religious life in 1912. അപ്പൊ ഇത്രയാണ് അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആസ് എ സോഷ്യോളജിസ്റ്റ് അദ്ദേഹം സോഷ്യോളജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത വർക്കുകൾ ഇതൊക്കെയാണ്. സോ നമുക്ക് എമിൽ ദർക്കെയിമിന്റെ ഓരോരോ കൺസെപ്റ്റുകളിലേക്ക് കടക്കാം. അദ്ദേഹം സോഷ്യോളജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ഓരോരോ കൺസെപ്റ്റുകൾ. സോ ഫസ്റ്റ് വൺ ആണ് social solidarity. So Durkheim put forward the idea that society operated because of social solidarity. Solidarity refers to the intensity of cohesion of attachments which link the individuals to their society. So Durkheimനെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ആ ഒരു സമയങ്ങളിൽ അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആശ്ചര്യമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ സൊസൈറ്റി എങ്ങനെയാണ് സ്റ്റേബിൾ ആയിട്ട് പോകുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ വളരെ
ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അല്ലെങ്കിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സും വൈഡ് വെറൈറ്റീസ് ഓഫ് ടൈപ്സും ഉള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഇത്ര സ്റ്റേബിൾ ആയിട്ട് പോകുന്നത്? ഒരു ഗ്രൂപ്പ്, നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് എടുത്ത ഒരു ഗ്രൂപ്പിൽ തന്നെ ഓപ്പോസിറ്റ് ചിന്താഗതികളുള്ള ആൾക്കാരൊക്കെ ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് അത്ര സ്റ്റേബിൾ ആയിട്ട് പോകത്തില്ല. അപ്പം അതുപോലെ നമ്മുടെ ദർക്കേമിനെ സംബന്ധിച്ച് ദർക്കേമിന് ഇങ്ങനെ ആലോചിച്ചു, എന്താണ് ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഇത്ര സ്റ്റേബിൾ ആയിട്ട് പോകുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സിൽ എത്തിച്ചേർന്നത് സൊസൈറ്റി സ്റ്റേബിൾ ആയിട്ട് പോകാൻ കാരണം സൊസൈറ്റിയിൽ എന്തുണ്ട്, ഒരു സോഷ്യൽ സോളിഡാരിറ്റി ഉണ്ട്. Solidarity means refers to the intensity of the cohesion of attachments which link the individuals to their society. അതായത് ഒരു സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസിനെ ആ സൊസൈറ്റിയിലേക്ക് പിടിച്ചു നിർത്തുന്ന ഇന്റൻസിറ്റി ഓഫ് ദ കൊഹിഷൻ ഓഫ് അറ്റാച്ച്മെന്റ്സ്. കൊഹിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒത്തൊരുമ, അവരെ അതിലോട്ട് പിടിച്ചു നിർത്തുന്ന അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഒത്തൊരുമ, സോളിഡാരിറ്റി ആണ് സോഷ്യൽ സോളിഡാരിറ്റി. ഓക്കെ, ദെൻ അദ്ദേഹം ഈ സോഷ്യൽ സോളിഡാരിറ്റിയെ തന്നെ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ രണ്ട് സോഷ്യൽ സോളിഡാരിറ്റി ഉണ്ട്. ഒന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റി, ദെൻ സെക്കൻഡ് വൺ ഈസ് ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പൊ മെക്കാനിക്കൽ സോളിഡാരിറ്റി ഉണ്ട്, ഓർഗാനിക് സോളിഡാരിറ്റി ഉണ്ട്. അപ്പം ഓരോന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത് ദിസ് ഇസ് എ ഫോം ഓഫ് സോഷ്യൽ യൂണിറ്റി expressed itself through a shared identity contributing instead to a group consciousness rather than an individual consciousness occurs in small populations. അതായത് വളരെ ചെറിയ പോപ്പുലേഷനുകൾക്കിടയിൽ ഉണ്ടാകുന്ന സോളിഡാരിറ്റി, അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു കൊഹിഷൻ, ആ ഇന്റൻസിറ്റി ഓഫ് കൊഹിഷനെയാണ് നമുക്ക് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹോമോജീനസ് ആയിരിക്കും ഈ മെമ്പേഴ്സ്. അതായത് ഇവർ ഷെയർ ചെയ്യുന്ന ഐഡന്റിറ്റി ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഇടയിലുള്ള ബിലീഫ് സിസ്റ്റം ഒന്നായിരിക്കും, ഇവർ ഒരേ കാര്യമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്ന സോളിഡാരിറ്റി, അവർക്കിടയിൽ ഉണ്ടാകുന്ന ബോണ്ടിങ് ആണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി. ഇതെപ്പോഴും ഒക്കേഴ്സ് ഇൻ സ്മാൾ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പോപ്പുലേഷനിലൊക്കെ കൂടുതലും കണ്ടുവരുന്നത് മെക്കാനിക്കൽ സോളിഡാരിറ്റി ആണ്. കാരണം അവിടെ എല്ലാം അവർ ഒരേ ബിലീഫ് സിസ്റ്റം ആയിരിക്കും ഫോളോ ചെയ്യുന്നത്, ഒരേ ജോലി ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ളടത്ത് വരുന്നതാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി. ഇവിടെ മെക്കാനിക്കൽ സോളിഡാരിറ്റി ഇവിടെ ഇതൊക്കെ പറയുന്നുണ്ട്, ഗ്രൂപ്പ് കോൺഷ്യസ്നെസ്സിനാണ് ഇമ്പോർട്ടൻസ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെക്കാട്ടിൽ. അതായത് ആ ഗ്രൂപ്പ് എന്താണോ ആ ഗ്രൂപ്പിന്റെ ഇടയിലുള്ള ആ ഗ്രൂപ്പിന്റെ ബോണ്ടിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ ഇൻഡിവിജ്വൽസിന് അവിടെ ഇൻഡിവിജ്വൽസിന് അവിടെ ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. നമ്മളുടെ നെക്സ്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് സോളിഡാരിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽസിന് ഒരു പ്രാധാന്യം കുറവാണ്. ഓക്കെ, ദെൻ മെക്കാനിക്കൽ സോളിഡാരിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഓർഗാനിക് സോളിഡാരിറ്റി. മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓർഗാനിക് സോളിഡാരിറ്റി. ഓർഗാനിക് സോളിഡാരിറ്റി വരുമ്പോൾ ഇറ്റ് ഹാപ്പൻസ് ആസ് പീപ്പിൾ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ബേസ്ഡ് ഓൺ പൊസിഷൻസ് ദേ പ്ലേ ഇൻ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ ആൾക്കാർ പ്ലേ ചെയ്യുന്ന പൊസിഷൻസ് ബേസ് ചെയ്ത് അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സോളിഡാരിറ്റി ആണ് ഓർഗാനിക് സോളിഡാരിറ്റി. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് ലേബർ ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് ഓഫ് എ കാർ, ഒരു കാറിന്റെ മാനുഫാക്ചറിങ് നടക്കുകയാണെന്ന് വെച്ചു. അപ്പൊ ആ കാർ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ വർക്കേഴ്സും ഒരുപോലെ അല്ല വർക്ക് ചെയ്യുന്നത്, ഒരേ കാര്യമല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഓരോ പാർട്ട് എടുത്ത് ടയറിന്റെ പാർട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കാണും, ബോഡിയുടെ പാർട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കാണും, ദെൻ എഞ്ചിന്റെ പാർട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് കാണും. അപ്പൊ ഇവരെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് കാർ എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ കാർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബറിന്റെ ബേസിസിലാണ്. അപ്പൊ ഇവർക്കിടയിൽ തമ്മിൽ എന്തുകൊണ്ട് ഒരു കൊഹിഷനും ഉണ്ട്, ഇവർക്കിടയിൽ തമ്മിൽ ഒരു സോളിഡാരിറ്റി ഉണ്ട്. ആ ഒരു സോളിഡാരിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കാർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സോളിഡാരിറ്റിയാണ് ഓർഗാനിക് സോളിഡാരിറ്റി, അതായത് ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ. ഓക്കെ, ആ ഒരു ഡിവിഷൻ ഓഫ് ലേബറിലോ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെ പൊസിഷൻസിനോ ബേസ് ചെയ്ത് അവർക്കിടയിൽ ഉണ്ടാകുന്ന സോളിഡാരിറ്റിയാണ് ഓർഗാനിക് സോളിഡാരിറ്റി. ഓർഗാനിക് സോളിഡാരിറ്റി കുറെ കൂടെ ലാർജർ പോപ്പുലേഷനിലാണ് കാണപ്പെടുന്നത്. അതേസമയം മെക്കാനിക്കൽ സോളിഡാരിറ്റി കാണപ്പെടുന്നത് എവിടെയാണ്? സ്മാൾ പോപ്പുലേഷനിലാണ്. ഇത് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ 2 ടൈപ്സ് സോളിഡാരിറ്റി ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഓർഗാനിക് ഉണ്ട്. മെക്കാനിക്കലിൽ വരുന്നത് ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹോമോജിനിറ്റി ആണ്. അതേസമയം ഇവിടെ എന്താണ് ഓർഗാനിക് സോളിഡാരിറ്റിയിൽ ഹെട്രോജിനിറ്റിയിൽ ഉണ്ടാകുന്ന സോളിഡാരിറ്റി ആണ് ഓർഗാനിക് സോളിഡാരിറ്റി. അതേസമയം അത് ലെസർ പോപ്പുലേഷനിലാണ്, ഓർഗാനിക് സോളിഡാരിറ്റിയിൽ വരുമ്പോൾ അത് ലാർജർ പോപ്പുലേഷനിലാവും. അവിടെ ഹോമോജിനിറ്റി ആണ്, ഒരേ ഷെയർഡ് ബിലീഫ് സിസ്റ്റം ആയിരിക്കും അല്ലെങ്കിൽ ഷെയർഡ് വാല്യൂസ് ആയിരിക്കും. ഇവിടെ വരുമ്പോൾ എന്താണ് കുറെ കൂടെ ഡിവിഷൻ ഓഫ് ലേബറിലും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ പൊസിഷന്റെ ബേസിലും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അവർ ആ സൊസൈറ്റിയിൽ പ്ലേ ചെയ്യുന്ന പൊസിഷൻസിന്റെ ബേസിൽ ആയിരിക്കും ഇവിടെ ആ സോളിഡാരിറ്റി വരുന്നത്. ഓക്കെ, ഇവിടെ പലരും പലതായിരിക്കും ചെയ്യുന്നത്. ആ മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ എല്ലാവരും സെയിം കാര്യമായിരിക്കും ചെയ്യുന്നത്. രണ്ടിടത്തും ഉണ്ടാകുന്ന സോളിഡാരിറ്റിയാണ്. ഓക്കെ, so according to Durkheim there are 2 types of social solidarity. First one is mechanical and second one is organic. ഇത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, then next വരുന്നത് സോഷ്യൽ ഫാക്ടർ.
ദർക്കൈമിനെ സംബന്ധിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സോഷ്യൽ ഫാക്ട്. സോഷ്യൽ ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വേസ് ഓഫ് ആക്ടിങ്, തിങ്കിങ് ആൻഡ് ഫീലിംഗ് ദാറ്റ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ദ ഇൻഡിവിജ്വൽസ്. അതായത് ഒരു ഇൻഡിവിജ്വൽസിന് പുറമെ, ഇൻസൈഡ് അല്ല ഔട്ട്സൈഡ് ദ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വൽസിന് പുറമേ കാണുന്ന ദ വേസ് ഓഫ് ആക്ടിങ്, നമ്മൾ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു രീതികളെ ആണ് വേസ് ഓഫ് ആക്ടിങ്, തിങ്കിങ് ആൻഡ് ഫീലിംഗ് ദാറ്റ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് സോഷ്യൽ ഫാക്ട്. ഓക്കെ, ഈ സോഷ്യൽ ഫാക്ട് എന്ന് പറയുന്നത് നമ്മുടെ എന്തുവാകാം, നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിന് പുറത്ത് നിൽക്കുന്ന നമ്മളുടെ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് എന്തുവാകാം. ഈ സോഷ്യൽ ഫാക്ട് ആണ് ഒരു ഇൻഡിവിജ്വലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എക്സെപ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യം എടുത്താലും സോഷ്യൽ ഫാക്ട് ആയിരിക്കും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോഷ്യൽ ഫാക്ട്സ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻഡിവിജ്വൽ മാനിഫെസ്റ്റേഷൻസ്. അത് വളരെ ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിവിജ്വൽ മാനിഫെസ്റ്റേഷൻസിൽ നിന്നും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ഫാക്ട്. ഇമ്പോസ് themselves on individuals, guiding their behavior and shaping their social reality. അപ്പം ഈ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ ഗൈഡ് ചെയ്യുന്നതും അവരുടെ സോഷ്യൽ റിയാലിറ്റി ഷേപ്പ് ചെയ്യുന്നതും എല്ലാം ഈ സോഷ്യൽ ഫാക്ടുകളാണ്. സോഷ്യൽ ഫാക്ട് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദർക്കൈമിനെ സംബന്ധിച്ച്. ഓക്കെ, societies hold unique realities embodied in these social facts, and these realities shape the individuals who constitute those societies. അപ്പം സൊസൈറ്റീസിന് എപ്പോഴും ഒരു യുണീക്ക് ആയിട്ടുള്ള റിയാലിറ്റീസ് ഉണ്ട് എംബഡിഡ് ഇൻ ദി സോഷ്യൽ ഫാക്ട്. ഈ സോഷ്യൽ ഫാക്ട് കൊണ്ട് ഉണ്ടാക്കിയ യുണീക്ക് ആയിട്ടുള്ള റിയാലിറ്റീസ് ഉണ്ട്. അങ്ങനെ ഈ റിയാലിറ്റീസ് ആണ് ഇൻഡിവിജ്വൽസിനെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പം സോഷ്യൽ ഫാക്ട് അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ ഗ്രോത്തിലും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇൻഡിവിജ്വൽസ് എന്ത് തരത്തിലുള്ള ഫീലിങ്സ് അവര് മുന്നോട്ട് വെക്കണം, എല്ലാ കാര്യങ്ങളിലും, ഈവൻ എല്ലാ കാര്യങ്ങളിലും സോഷ്യൽ ഫാക്ട് ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോഷ്യൽ ഫാക്ട് നമ്മളെ കൺട്രോളും ചെയ്യുന്നുണ്ട്, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിന് പുറമേ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, കൺസ്ട്രെയിൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിൽ. Shared beliefs, values and attitudes that are held by the members of a society, and these shared beliefs form the basis of social cohesion. അപ്പം നമ്മളുടെ സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ കൊഹിഷൻ ഉണ്ടാകാനുള്ള കാരണം നമ്മളുടെ ഷെയർഡ് ബിലീഫ്സും വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ഒക്കെയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു റിലീജിയൻ എടുത്തു കഴിഞ്ഞാൽ അവര് ഷെയർ ചെയ്യുന്ന ഒരു ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റമാണ്. ആ ഒരു ബിലീഫ് സിസ്റ്റത്തിന്റെ ബേസിസിലാണ് ആ ഒരു റിലീജിയൻ ഉണ്ടാകുന്നത്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെ ഇടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത്, ഷെയർഡ് ബിലീഫ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാമാണ് ഇവർക്കിടയിൽ ഒരു സോഷ്യൽ കൊഹിഷന്റെ ബേസിസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ക്രിയേറ്റഡ് ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ വഴിയാണ് ഇതെല്ലാം ക്രിയേറ്റഡ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് കളക്റ്റീവ് കോൺഷ്യസ്നസ്. കളക്റ്റീവ് കോൺഷ്യസ്നസ് reflects the moral standards of a particular society because it defines what is considered acceptable behavior within that society. കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അതിലെ ആവറേജ് മെമ്പേഴ്സ് ഷെയർ ചെയ്യുന്ന കോൺഷ്യസ്നസ് ആയിരിക്കും. ആവറേജ് മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ആവറേജിൽ കൂടുതലായിട്ടുള്ള മെമ്പേഴ്സിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന ബിലീഫ് സിസ്റ്റമോ ഷെയർഡ് ആയിട്ടുള്ള വാല്യൂസോ എന്താണോ അതിനെയാണ് കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരുപോലെ തോന്നുന്ന കാര്യങ്ങൾ, ഇതിനെയാണ് കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് ആണ് ഒരു സൊസൈറ്റി എങ്ങനത്തെ സൊസൈറ്റിയാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ എന്താണ്, എല്ലാം നമ്മൾ കണ്ടെത്തുന്നത് ആ ഒരു സൊസൈറ്റിയുടെ കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്താണോ അത് തന്നെ ആയിരിക്കും സൊസൈറ്റി. ഓക്കെ, it provides individuals with a sense of right and wrong and helps to regulate behavior by creating expectations of for how individuals behave in various situations. അപ്പം ഈ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് ആണ് നമ്മുടെ ഉള്ളില് നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് അത് തെറ്റാണോ ശരിയാണോ നമ്മളെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് കൊണ്ടാണ്. കാരണം നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് കാണും, നമ്മൾ അത് ഫോളോ ചെയ്ത് വരുന്നവരാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോ ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, അവിടെ പള്ളിയിൽ സൈലൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ നമ്മളൊരു പിയർ ഗ്രൂപ്പ്സിന്റെ ഇടയിൽ നിന്ന് ബഹളം വെക്കുന്ന പോലെ പള്ളിയിൽ പോയി ബഹളം വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് നമ്മളുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ്, നമ്മളുടെ ഈ സൊസൈറ്റിയുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് അങ്ങനെയാണ്. ഒരു പള്ളിയിൽ പോയി നമ്മൾ വളരെ ശാന്തമായിട്ട് നിൽക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാവുന്നുണ്ട്. വിച്ച് ഈസ് റൈറ്റ് ആൻഡ് വിച്ച് ഈസ് റോങ് അതെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെല്ലാം കാരണം ഈ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എലമെന്ററി ഫോംസ് ഓഫ് ദ റിലീജിയസ് ലൈഫ്. അദ്ദേഹത്തിന്റെ 1912 ഇറങ്ങിയ ഒരു വർക്കാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹം പറയുന്ന ഒരു മെയിൻ ആയിട്ട് പറയുന്ന ഒരു വർക്കാണ്. റിലീജിയൻ സെർവ്സ് ആസ് മീൻസ് ഓഫ് ക്രിയേറ്റിംഗ് സോഷ്യൽ സോളിഡാരിറ്റി ആൻഡ് ദാറ്റ് ഇറ്റ് റിഫ്ലക്ട്സ് ദ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഓഫ് എ പർട്ടിക്കുലർ സൊസൈറ്റി. ഒരു റിലീജിയൻ സോഷ്യൽ സോളിഡാരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സോളിഡാരിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് വഹിക്കുന്നുണ്ട്. കാരണം റിലീജിയൻ സെർവ്സ് ആസ് എ മീൻസ് ഓഫ് ക്രിയേറ്റിംഗ് സോഷ്യൽ സോളിഡാരിറ്റി ആൻഡ് ദാറ്റ് ഇറ്റ് റിഫ്ലക്ട്സ് ദ വാല്യൂസ് ആൻഡ് ബിലീഫ്സ്
ഓഫ് എ പർട്ടിക്കുലർ സൊസൈറ്റി. ഒരു റിലീജിയൻ ഒരു ബിലീഫ് സിസ്റ്റം ഷെയർ ചെയ്യുമ്പോൾ ആ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാം അത് തീർച്ചയായും എന്ത് ചെയ്യും, അതനുസരിക്കും. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് അവിടെ ഇവോൾവ് ആകുകയാണ്. അങ്ങനെയാണ് അവർക്കിടയിൽ ഒരു ബോണ്ടിങ്ങോ അല്ലെങ്കിൽ സോഷ്യൽ സോൾഡാരിറ്റിയോ വരുന്നത് ഈ ഒരു റിലീജിയൻ കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പം ഏത് റിലീജിയൻ എടുത്തു കഴിഞ്ഞാലും അവിടെ എന്തുണ്ട്, ഒരു സോഷ്യൽ സോൾഡാരിറ്റി ഉണ്ട്. അപ്പൊ റിലീജിയൻ അത്ര ഇമ്പോർട്ടന്റ് ആണ് സോഷ്യൽ സോൾഡാരിറ്റി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഈ ഒരു സോഷ്യൽ ആൻഡ് ദാറ്റ് ഇറ്റ് റിഫ്ലക്ട്സ് ദ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഓഫ് എ പർട്ടിക്കുലർ സൊസൈറ്റി. അപ്പം അതാണ് ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയുടെ വാല്യൂസും ബിലീഫ്സും എല്ലാം റിഫ്ലക്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത്. All religions shared certain fundamental elements which he called totems. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ടോട്ടംസ്. ടോട്ടംസ് എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം ടോട്ടംസ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ റിലീജിയനും ഷെയർ ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ എലമെന്റ് ഉണ്ട്, അതാണ് ടോട്ടം. ടോട്ടം എന്ന് പറയുന്ന ഒരു ടേം ആരാണ് ഇത്ര പോപ്പുലറൈസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്, എമിൽ ദർക്കീം ആണ്. ടോട്ടംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ റിലീജിയനും എല്ലാ റിലീജിയനും ഷെയർ ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, അതിനെയാണ് അദ്ദേഹം ടോട്ടംസ് എന്ന് പറയുന്നത്. ടോട്ടംസ് റെപ്രസെന്റഡ് എ സൊസൈറ്റീസ് കളക്റ്റീവ് ഐഡന്റിറ്റി. ഒരു സൊസൈറ്റിയുടെ കളക്റ്റീവ് ഐഡന്റിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ടോട്ടംസ് എന്ന് പറയുന്നത്. ടോട്ടംസ് റെപ്രസെന്റഡ് എ സൊസൈറ്റീസ് കളക്റ്റീവ് ഐഡന്റിറ്റി ആൻഡ് സെർവ്സ് ആസ് എ റെയിൻഫോഴ്സ്ഡ് സോഷ്യൽ ബോണ്ട്സ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. അപ്പൊ ഇത് സോഷ്യൽ ബോണ്ട്സ്, ഇൻഡിവിജ്വൽസിന് ഇടയിലുള്ള സോഷ്യൽ ബോണ്ട്സ് റെയിൻഫോഴ്സ് ചെയ്യുന്നത് ഈ ടോട്ടംസ് ആണ്. ടോട്ടംസ് എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവരുന്നത് എമിൽ ദർക്കീം ആണ്. ഓക്കെ, ഇത്രയും പോപ്പുലറൈസ് ചെയ്യുന്നത് എമിൽ ദർക്കീം ആണ്. സൂയിസൈഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് എമിൽ ദർക്കീമിനെ പറ്റി. സോ ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ഇൻ 1897. 1897 സൂയിസൈഡ് പുറത്തിറങ്ങുന്നത്. അപ്പൊ ഈ ഒരു സൂയിസൈഡിൽ അദ്ദേഹം പറയുന്നത്, സൂയിസൈഡ് നമുക്കറിയാം, സൂയിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സൂയിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഓൺ കില്ലിംഗ് അല്ലെങ്കിൽ ഇന്റൻഷനലി നമ്മളെ തന്നെ കൊല്ലുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് സൂയിസൈഡ് എന്ന് പറയുന്നത്. കില്ലിംഗ് വൺസ് ഓൺ ഇന്റൻഷനലി. സോ ഈ ഒരു ഫിനോമിന, ഈ ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന ഫിനോമിന നമ്മളിപ്പോ തന്നെ നമ്മളിപ്പോ ആത്മഹത്യകൾ പലതും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം പറയുന്നത് പേഴ്സണൽ ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അയാൾ പേഴ്സണലി ആലോചിച്ച് അയാൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് സൂയിസൈഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ദർക്കീമിനെ സംബന്ധിച്ച് സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല, അതിന് ഇൻഡിവിജ്വൽ കോസസ് മാത്രമല്ല, സൊസൈറ്റിക്ക് അതിന് വലിയൊരു പങ്കുണ്ട്. ഒരു സൊസൈറ്റൽ കോസസ് അല്ലെങ്കിൽ സോഷ്യൽ കോസസ് സൂയിസൈഡിന് പിന്നിലുണ്ട് എന്നാണ് എമിൽ ദർക്കീം പറയുന്നത്. ഐഡന്റിഫൈസ് ദ സോഷ്യൽ കോസസ് ഓഫ് സൂയിസൈഡ്. ഓക്കെ, aimed to prove suicide has social causes beyond personal reasons. Personal reasons കൂടാതെ social causes ഉണ്ട്. ഈവൻ പേഴ്സണൽ റീസൺസ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ പേഴ്സണൽ റീസൺസിന് ബിയോണ്ട് ആയിട്ട് സോഷ്യൽ കോസസ് ഉണ്ടായിരുന്നു. ഓക്കെ, he studied the differences in suicide rates between social groups to show this. അദ്ദേഹം പല സോഷ്യൽ ഗ്രൂപ്പുകൾക്കിടയിലുള്ള സൂയിസൈഡ് റേറ്റുകൾ പഠിക്കുകയും അതിലൂടെ അദ്ദേഹം ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. പല ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് അദ്ദേഹം ഈ സൂയിസൈഡ് റേറ്റ് പഠിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ്സും കത്തോലിക്സിനും ഇടയിലാണ്. ഓക്കെ, രണ്ട് റിലീജിയസ് ഗ്രൂപ്പ്സ് ആണ്, പ്രൊട്ടസ്റ്റന്റ്സും കത്തോലിക്സും. കത്തോലിക്സ് എന്ന് പറയുമ്പോൾ ഹൈലി ഇന്റഗ്രേറ്റഡ് ഇൻ ദ സൊസൈറ്റി അല്ലെങ്കിൽ ഹൈലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റിലീജിയസ് പീപ്പിൾ ആണ് കാത്തോലിക്സ്. അതേസമയം പ്രൊട്ടസ്റ്റന്റ്സ് കമ്പയറിംഗ് വിത്ത് കാത്തോലിക്സ് അത്ര ഇന്റഗ്രേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുമായിട്ട് അത്ര ഇന്റഗ്രേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റന്റ്സിനിടയിലാണ് സൂയിസൈഡ് റേറ്റ്സ് കൂടുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. കമ്പയറിംഗ് വിത്ത് കാത്തോലിക്സിൽ കുറെ കൂടെ ലോവർ റേറ്റ് സൂയിസൈഡ് ആയിരുന്നു. അദ്ദേഹം അതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അദ്ദേഹം മെയിൻ ആയിട്ട് എടുത്തു വെച്ച് പഠിച്ചത് കാത്തോലിക്സും പ്രൊട്ടസ്റ്റന്റ്സിനും ഇടയിലുള്ള സൂയിസൈഡ് റേറ്റ് ആണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, അദ്ദേഹം റിലീജിയസും നോൺ റിലീജിയസും എന്ന് പറയുന്ന വേർതിരിവ്, ആ ഒരു വേർതിരിവിലുള്ള പഠനം നടത്തി. ദെൻ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരും അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരും അവർക്കിടയിലുള്ള സൂയിസൈഡ് റേറ്റ്സ്, അങ്ങനെ പല ഗ്രൂപ്പുകളെ എടുത്തു വെച്ച് ആ ഗ്രൂപ്പുകളിലുള്ള റേറ്റ് ഓഫ് സൂയിസൈഡ് അദ്ദേഹം പഠിക്കുകയും അദ്ദേഹം ഒരു കൺക്ലൂഷനിൽ എത്തുകയും ചെയ്തു. അതാണ് സൂയിസൈഡ്. ഓക്കെ, സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ഇത് ഒരു മേജർ വർക്കാണ്. എമിൽ ദർക്കീമിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. 1897 ഇറങ്ങുന്നത്. ഓക്കെ, ദെൻ അദ്ദേഹം പറയുന്നത് സൂയിസൈഡ് 4 ടൈപ്പ് സൂയിസൈഡ് ഉണ്ട്. നമ്മൾ ഇപ്പം ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പിന്നിൽ 4 കാരണങ്ങൾ കാണാം. 4 കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കണം അദ്ദേഹം ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തത്. ഫസ്റ്റ് വൺ, ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. ഈഗോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത് റിസൾട്ടിംഗ് ഫ്രം എ ലാക്ക് ഓഫ് സോഷ്യൽ ഇന്റഗ്രേഷൻ ആൻഡ് അറ്റാച്ച്മെന്റ്സ്. പീപ്പിൾ കമ്മിറ്റിംഗ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് cannot form enough bonds and relationship with others. അതായത് ഒരു സോഷ്യൽ ഇന്റഗ്രേഷന്റെ ലാക്നെസ് കാരണം ഉണ്ടാകുന്ന സൂയിസൈഡ്. അതായത് ഈ സൂയിസൈഡ് ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് കാണത്തില്ല, സൊസൈറ്റിയുമായിട്ട് യാതൊരു
അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് അല്ല, അവർക്ക് ഇഴുകിച്ചേരാൻ പറ്റാത്ത ഒരു അവസ്ഥ, സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ട് ഒരു ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ പറ്റാത്ത, സൊസൈറ്റിയിൽ നിന്ന് ഡിസിന്റഗ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ, അതായത് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് സൂയിസൈഡ് ടെംപ്ടേഷൻ ഉണ്ടാവുകയും അങ്ങനെ നടക്കുന്ന സൂയിസൈഡ് ആണ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ്. അപ്പം ഇവിടെ സൊസൈറ്റിയിൽ അവർ ഇന്റഗ്രേറ്റഡ് ആവുന്നില്ല, സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സെക്കൻഡ് വരുന്നതാണ് ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ്. ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ഹാപ്പൻസ് വെൻ പീപ്പിൾ ഹാവ് ടു മച്ച് സോഷ്യൽ ഇന്റഗ്രേഷൻ. നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഈഗോയിസ്റ്റിക് സൂയിസൈഡിൽ സോഷ്യൽ ഇന്റഗ്രേഷൻ ഇല്ല എങ്കിൽ ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സോഷ്യൽ ഇന്റഗ്രേഷൻ വളരെ കൂടുതലായിരിക്കും. അവർ സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ട് ഇഴുകിച്ചേർന്ന, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഇടയിൽ അവരുടെ ഫാമിലിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഓരോ സൂയിസൈഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഇമോഷണൽ ബേസിസിൽ നടക്കുന്ന സൂയിസൈഡ് ആണ് ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ്. ഇൻഡിവിജ്വൽസ് ആർ എക്സസീവ്ലി incorporated into their community, happens when people sacrifice themselves for their family. ഇപ്പം അവരുടെ ഫാമിലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ റിലീജിയന് വേണ്ടിയോ അവരുടെ കൺട്രിക്ക് വേണ്ടിയോ എടുക്കുന്ന സൂയിസൈഡ് എന്താണ്? ആൾട്രൂയിസ്റ്റിക് സൂയിസൈഡ്. ദെൻ നെക്സ്റ്റ് വൺ അനോമിക് സൂയിസൈഡ്. അനോമിക് സൂയിസൈഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടിങ് ഫ്രം ദ ലാക്ക് ഓഫ് സൊസൈറ്റൽ റൂൾസ് ആൻഡ് നോംസ്. ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് നോംസും റൂൾസും എല്ലാം ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു ടൈമിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു സൂയിസൈഡ്, ആ ടൈപ്പ് ഓഫ് സൂയിസൈഡ് ആണ് അനോമിക് സൂയിസൈഡ്. അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരു വാറോ, ഒരു സൊസൈറ്റിയിൽ ഒരു വാറോ, ഒരു എക്കോണമിക് ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സൊസൈറ്റി ഇപ്പൊ മൊത്തത്തിൽ അതിന്റെ താളം തെറ്റും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയിൽ എടുക്കുന്ന സൂയിസൈഡ് ആണ് അനോമിക് സൂയിസൈഡ്. ഓക്കെ. Then the last one is fatalistic suicide. Fatalistic suicide happens due to too much social control. Individuals have no freedom or control over their lives. ഒരുപാട് സോഷ്യൽ കൺട്രോൾ ഒരു ഇൻഡിവിജ്വലിന് മേലിൽ വരുമ്പോൾ അവരെടുക്കുന്ന സൂയിസൈഡ് ആണ് ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ്. ഈ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഫ്രീഡമോ കൺട്രോൾ ഓവർ ദെയർ ലൈഫ്സ് ഇതൊന്നും കാണത്തില്ല. സോ അവർക്കൊരു ഫ്യൂച്ചർ അവർക്ക് മുന്നിൽ കാണത്തില്ല, അവർക്ക് ഒരു തരത്തിലുള്ള ഹോപ്പും ഇല്ലാതെ അവർ അറ്റംപ്റ്റ് ചെയ്യുന്ന സൂയിസൈഡ് ആയിരിക്കും. ഇപ്പം മെയിൻ ആയിട്ട് ഈ ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ് ഇത് കണ്ടുവരുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് ഈ സ്ലേവ്സ്, പ്രിസണേഴ്സ്, സെർവ്സ് ഇവർക്കിടയിലൊക്കെ ആയിരുന്നു. കാരണം ഇവർക്ക് ഒരുപാട് കൺട്രോൾസ് ഉണ്ട്, സൊസൈറ്റിയിൽ കൺട്രോൾസ് ഇവരുടെ മേലുണ്ട്, ഇവർക്ക് ഫ്രീഡം ഇല്ല പല കാര്യങ്ങൾക്കും. അങ്ങനെ വരുമ്പോൾ ഇവർ അറ്റംപ്റ്റ് ചെയ്യുന്ന സൂയിസൈഡ് ആണ് ഫാറ്റലിസ്റ്റിക് സൂയിസൈഡ്. സോ അക്കോർഡിംഗ് ടു Durkheim, there are major 4 types of suicide: egoistic suicide, altruistic suicide, anomic suicide, and finally fatalistic suicide. ഇത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ. Then നെക്സ്റ്റ് വരുന്നതാണ് അനോമി. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ അനോമിക് സൂയിസൈഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ അനോമിക് സൂയിസൈഡ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ് അനോമി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കംപ്ലീറ്റ് നോംസ് ആൻഡ് വാല്യൂസ് അല്ലെങ്കിൽ എല്ലാ കാര്യവും ബ്രേക്ക് ഡൗൺ, ഒരു സോഷ്യൽ ഓർഡർ തന്നെ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു സമയം, ആ ഒരു സമയത്തെയാണ് അനോമി എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് നോംലെസ്നെസ് ഓർ സോഷ്യൽ ഡിസ്ഇന്റഗ്രേഷൻ ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് എ സെൻസ് ഓഫ് കൺഫ്യൂഷൻ. ഇൻഡിവിജ്വൽസിന് അപ്പോൾ എന്ത് തോന്നുന്നു? ഒരു സെൻസ് ഓഫ് കൺഫ്യൂഷനും ഒരു ഏലിയനേഷനും ഡ്യൂ ടു ദ ബ്രേക്ക് ഡൗൺ ഓഫ് ട്രഡീഷണൽ നോംസ് ആൻഡ് വാല്യൂസ്. അത്രയും നാള് നമ്മളിപ്പോ ഒരു സൊസൈറ്റി, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി, ട്രഡീഷണൽ വാല്യൂസും ഒക്കെ ഉള്ള ഒരു സൊസൈറ്റി, നമ്മൾ ആ സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്. പെട്ടെന്ന് നമ്മളൊരു വാറോ എന്തെങ്കിലുമൊക്കെ വന്ന് എല്ലാം കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു സെൻസ് ഓഫ് കൺഫ്യൂഷൻ, ഏലിയനേഷനിലോട്ടും പോകും. നമുക്ക് എന്ത് ചെയ്യണം, മുന്നിൽ എന്താണ്, നമ്മൾക്ക് ഇനി ജീവിക്കാൻ പറ്റും, അങ്ങനെ എല്ലാം കൊട്ടിയടയുന്ന ഒരു സമയം. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുമ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് അനോമി എന്ന് പറയുന്നത്. ഈ ഒരു അനോമിക് സിറ്റുവേഷൻ ക്യാൻ ലീഡ് ടു ഡീവിയന്റ് ബിഹേവിയർ ആൻഡ് ഈവൻ സൂയിസൈഡ് ഇഫ് ഇൻഡിവിജ്വൽസ് ഫീൽ ഡിസ്കണക്റ്റഡ് ഫ്രം ദ സൊസൈറ്റി. ഇൻഡിവിജ്വൽസിന് സൊസൈറ്റിയിൽ നിന്ന് ഡിസ്കണക്ട് ആയി പോയി എന്നുള്ള ഒരു തോന്നൽ വരികയും ഇവര് സൂയിസൈഡിലേക്ക് ഇത് നയിക്കുകയും ചെയ്യുന്നു, ഈ അനോമി എന്ന് പറയുന്ന സിറ്റുവേഷൻ. Anomie is often associated with periods of rapid social change, such as during the time of economic upheaval or war. ഈ വാർ, എക്കോണമിക് അപ്ഹെവൽ, ഇങ്ങനെയുള്ള റാപ്പിഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ചേഞ്ച്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സോഷ്യൽ ചേഞ്ചിലാണ് ഈ അനോമി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. ഓക്കെ. ക്രിയേഷൻ ഓഫ് ന്യൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിച്വൽസ് ദാറ്റ് കുഡ് മേക്ക് ഇൻഡിവിജ്വൽസ് വിത്ത് സെൻസ് ഓഫ് കണക്ഷൻ ആൻഡ് ബിലോങ്ങിങ്. അപ്പൊ പുതിയൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയും റിച്വൽസ് ദാറ്റ് കുഡ് മേക്ക് ദ ഇൻഡിവിജ്വൽസ് വിത്ത് എ സെൻസ് ഓഫ് കണക്ഷൻ ആൻഡ് ബിലോങ്ങിങ്. പുതിയൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വരികയും പയ്യാണ് ഇവർക്ക് എന്തുണ്ടാകും, സെൻസ് ഓഫ് കണക്ഷൻ അല്ലെങ്കിൽ ബിലോങ്ങിങ് ഉണ്ടാവണമെങ്കിൽ പിന്നീട് എന്താണ്, ന്യൂ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും പുതിയതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വന്നു ചേരണം. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള പെട്ടെന്നുള്ള ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു റാപ്പിഡ് സോഷ്യൽ ചേഞ്ചിൽ ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് അനോമി. ഈ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് എന്താണ് സെൻസ് ഓഫ് സോഷ്യൽ ഡിസിന്റഗ്രേഷൻ വരും, സൊസൈറ്റിയിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ട് ഇവർക്ക് തോന്നും, സെൻസ് ഓഫ് കൺഫ്യൂഷൻ വരും, ഏലിയനേഷൻ വരും. ഇതൊക്കെ അവരുടെ ബിഹേവിയർ ഡീവിയന്റ് ആവാനും ഈവൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനും ഇവരെ പ്രേരിപ്പിക്കും ഈ ഒരു അനോമി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ഇതാണ് അദ്ദേഹം അനോമി എന്ന് പറയുന്ന ഒരു ഇതിലൂടെ പറയുന്നത്. ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനോമി ആരാണ്
പോപ്പുലറൈസ് ചെയ്ത ഏത് സോഷ്യോളജിസ്റ്റ് ആണ് പോപ്പുലറൈസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എമേൽ ദർക്കെയിം ആണ്. സോ ഇത്രയുമാണ് മെയിൻ ആയിട്ട് എമേൽ ദർക്കെയിം എന്ന് പറയുന്ന ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. സോ അദ്ദേഹത്തിന്റെ നമ്മളൊരു ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് അദ്ദേഹത്തിന്റെ വർക്കുകൾ, മെയിൻ വർക്കായിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ തൊട്ട് ഓരോ വർക്ക് ബേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. ഇപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ എടുത്തു കഴിഞ്ഞാൽ അതിലാണ് മെയിൻ ആയിട്ട് സോഷ്യൽ സോളിഡാരിറ്റി, ടൈപ്സ് ഓഫ് സോളിഡാരിറ്റി ഒക്കെ പറയുന്നത്. ഇപ്പം ഡിവിഷൻ ഓഫ് ലേബറിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർക്കെയിം ഡിവിഷൻ ഓഫ് ലേബറിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ ഡിവിഷൻ വരുമ്പോഴാണ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ലേബറിൽ ഡിവിഷൻ വരുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റീവ് ആവുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നെ അത് ഊഹിക്കാം. ഇപ്പം ഒരു കൂട്ടം ആൾക്കാർ ഒരേ കാര്യം ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന കാര്യത്തിൽ ഡിവൈഡ് ചെയ്ത് അവർ ഓരോ സ്പെസിഫിക് ഏരിയയിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഒരു ഔട്ട്കം വരുന്നത്. അപ്പം ദർക്കെയിം ഇതിലൂടെ പറയുന്നത് കൂടുതൽ എക്കോണമിക് പ്രൊഡക്ഷൻ, എഫക്റ്റീവ് ആയിട്ടുള്ള എക്കോണമിക് പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബറിൽ ഉണ്ടാകുന്ന സോളിഡാരിറ്റി ആണ് സോഷ്യൽ സോളിഡാരിറ്റി. അതാണ് അദ്ദേഹം രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെ? മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും. അതെന്താണെന്ന് നമ്മൾ നോക്കണം. ദെൻ നെക്സ്റ്റ് വർക്കായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൂയിസൈഡ് ഒരു കേസ് സ്റ്റഡി ആണ്. അപ്പൊ സൂയിസൈഡിനെ പറ്റി നോക്കുക, ടൈപ്സ് ഓഫ് സൂയിസൈഡ്, ദ റീസൺസ് ബിഹൈൻഡ് ദ സൂയിസൈഡ്. ദെൻ സോഷ്യൽ ഫാക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു കൺസെപ്റ്റ്. ദെൻ അനോമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ച അനോമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ദെൻ അദ്ദേഹം പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ളത് സൂയി ജനറസ് എന്ന് പറയുന്ന ഒരു ടേം, അതെന്താണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകൾ. ഇതിൽ കൂടുതലുണ്ട് ദർക്കെയിം എന്ന് പറയുന്നത്. സോ നമുക്ക് വേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദർക്കെയിമിനായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സോഷ്യോളജിക്ക് അദ്ദേഹം കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് ആണ്. സോ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് താങ്ക് യു.